ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളും ഇവിടെ സുഖമായിരിക്കുന്നു. അപ്പൊ ജസ്റ്റ് ഇന്നത്തെ വീഡിയോ ഒന്നുമില്ല, വെറുതെ ഒരു വീഡിയോ എടുത്താണ്. ഇന്ന് കുറച്ച് പ്രത്യേകത ഉണ്ട്, കുറച്ച് ഷോപ്പിംഗ്, പിന്നെ ഷോപ്പിംഗ് ഉണ്ടല്ല. പ്രത്യേകത വേറെ ഒന്നുമില്ല. ഇന്ന് വണ്ടി ഞാൻ ഓടിക്കുമ്പോൾ ആദ്യമായിട്ടാണ് അമ്മ ധൈര്യത്തിലിരിക്കുന്നത്. ആദ്യമായിട്ടാണ് ഞാൻ അമ്മേനെ എടുത്ത് വണ്ടി ഓടിക്കുന്നത്. അമ്മയ്ക്ക് വണ്ടി ഓടിക്കുന്നത് ശരിയാവോ ഇല്ലെന്ന് വെച്ചാൽ ഞാൻ അങ്ങനെ വണ്ടി എടുക്കാറില്ലല്ലോ. സുജു ആണ് എടുക്കാറ്. അപ്പൊ സുജു ഇപ്പൊ വേറൊരു വണ്ടി എടുത്തപ്പോ എനിക്ക് വണ്ടി ഓടിക്കാൻ അതായി തുടങ്ങി. ലൈക്ക് ഞാൻ ഇപ്പൊ എടുത്തു തുടങ്ങി. ജോലിക്കൊക്കെ പോയി സെൽഫായിട്ട് പോയി തുടങ്ങി. അപ്പോൾ ഇന്ന് ഞങ്ങൾ പുറത്തേക്ക് പോകുമ്പോൾ സുജു പറഞ്ഞു, സുജുവിന്റെ വണ്ടിയിൽ വരാം, എന്നോട് പറഞ്ഞു നീ വണ്ടി ഓടിച്ചിട്ട് വരാമെന്ന് തോന്നുന്നു. അപ്പോൾ അമ്മയും ചിപ്പ എന്റെ വണ്ടിയിൽ കയറി. അമ്മ പേടിയുണ്ടമ്മ? എന്നാലും ഉണ്ട്, എപ്പോഴും വണ്ടി ഓടിക്കാം. അച്ഛനപ്പുറത്തിരുത്തുന്ന അമ്മ പറയും. ഇവിടെ വണ്ടി ഓടിക്കത്ര ഇവിടെ വണ്ടി ഓടിക്കണമെങ്കിൽ കുറെ റൂൾസ് ഫോളോ ചെയ്യണം. അല്ലാണ്ട് നമുക്ക് തോന്നിയ പോലെ വണ്ടി ഓടിക്കാൻ പറ്റില്ല. ആ റൂൾസ് ഫോളോ ചെയ്ത് വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ നോ വരീസ്, പേടിക്കാനില്ല. നമുക്ക് റൂൾസ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നല്ല സേഫ് ആയിട്ട് വണ്ടി ഓടിക്കാം. പിന്നെ അപ്പുറത്തെ ആൾക്കാർ അല്ലെങ്കിൽ പിന്നത്തെ ആൾക്കാർ എങ്ങനെ ഓടിക്കും. അല്ലാണ്ട് നമുക്ക് തോന്നിയ പോലെ വണ്ടി ഓടിക്കാൻ പറ്റില്ല. ഇവിടെ ഭയങ്കര റൂൾസ് ഫോളോ ആണ്. പിന്നെ നടക്കുന്ന ആൾക്കാർക്കാണ് നമ്മൾ ആദ്യം പ്രയോറിറ്റി കൊടുക്കേണ്ടത്. നമ്മൾ റോഡിൽ അവർ എവിടെ കണ്ടാലും നമ്മൾ വണ്ടി നിർത്തണം. അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ പെഡസ്ട്രിയൻസിന് നടക്കാൻ വേണ്ടിയിട്ട് മറ്റേ വരച്ചിട്ടുണ്ടാവല്ലോ, അതുകൂടെ അവർക്ക് നടക്കാൻ പാടുള്ളൂ. എന്നാലും പുതിയതായി വരുന്ന ആൾക്കാരോ അല്ലെങ്കിൽ ചില ആൾക്കാർ അതിൻ്റെ ഇടയിൽ കൂടെ ചാടണവരൊക്കെ ഉണ്ട്. അപ്പൊ അത് നമ്മളൊന്ന് ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ പിന്നെ വണ്ടി ഓടിക്കാൻ ഭയങ്കര കുഴപ്പമില്ല. നല്ല റൂൾസ് ഫോളോ ചെയ്യുകയാണെങ്കിൽ സ്റ്റോപ്പ് സൈനിൽ സ്റ്റോപ്പ്, നമ്മുടെ നാട്ടിൽ പോലെ ജസ്റ്റ് നമുക്ക് തോന്നിയ പോലെ ഇവിടുന്ന് എടുക്കാനൊന്നും പറ്റില്ല. സ്റ്റോപ്പ് സൈൻ ആണെങ്കിൽ അവിടെ സ്റ്റോപ്പ് നിർത്തും. അപ്പോൾ ഓരോരോ റോഡ് കഴിയുമ്പോൾ അല്ലെങ്കിൽ ഓരോരോ സ്ട്രീറ്റ് കഴിയുമ്പോൾ സ്റ്റോപ്പ് കാണിക്കും. അപ്പോൾ നമ്മളവിടെ നിർത്തണം. അത് ഞാൻ കാണിച്ചുതരാം എങ്ങനെയാണെന്ന് ഇവിടെ വരുമ്പോഴാണെന്ന്. പിന്നെ എന്ന് പറയുന്നത് പിന്നെ സിഗ്നൽസ് ഒക്കെ ഫോളോ ചെയ്യുക. അത് പിന്നെ നമ്മുടെ നാട്ടിലുള്ള സംഭവമാണ്. പിന്നെ നമ്മൾ എന്താ പറയാ, പിന്നെ ഹൈവേ കൂടെ ഞാൻ അങ്ങനെ എടുത്തിട്ടില്ല. എന്താ വെച്ചാൽ ഹൈവേയിൽ ഭയങ്കര സ്പീഡ്, ഇത്രയും സ്പീഡിൽ പോകണമെന്നുണ്ട്. അതിലുള്ള ധൈര്യം എനിക്ക് വന്നിട്ടില്ല. ഞാൻ യൂസ്ഡ് ആവുമെന്ന് വിചാരിക്കുന്നു. സിഗ്നലൊക്കെ നമ്മളെല്ലാവരും ഫോളോ ചെയ്യണം. നാട്ടിൽ ഞാൻ കുറച്ചാണ് വണ്ടി ഓടിച്ചിട്ടുള്ളത്. പക്ഷെ ആ വണ്ടി ഓടിക്കുന്നത് അതെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ വണ്ടി എന്ന് പറഞ്ഞാൽ ഇതാണ്, എന്താ പറയാ, എന്തിനാ പറയാ, മാനുവൽ അല്ല, എന്താ പറയാ ഇതിന്, അല്ലല്ലോ, വണ്ടിക്ക് ഒരു പേരുണ്ടല്ലോ, ഭഗവാനെ മറന്നുപോയി. ഓട്ടോമാറ്റിക്. അതിനാണ് ചില നേരത്തെ എന്തോ അങ്ങനെയൊക്കെ വരും, ചിലപ്പോ പറയൊക്കെ വരും. അത് പറയാനല്ല എനിക്ക് അറിയാത്തെ. ഹൈബ്രിഡ് വണ്ടി ഹൈബ്രിഡാ, പക്ഷെ ഇത് ഓട്ടോമാറ്റിക് ആണ്. ഓട്ടോമാറ്റിക്കില് ECA എന്ന് പറയുന്നത് ക്ലച്ച് അല്ല, ജസ്റ്റ് ബ്രേക്കും ആക്സിലേറ്റർ ആണ്. അതുകൊടുത്ത് വണ്ടി ഓടിക്കുക ഏത് ആൾക്കും പറ്റും. ജസ്റ്റ് റൂൾസ് ഫോളോ ചെയ്യുക, പിന്നെ ഓടിക്കുക, അത്രേ ഉള്ളൂ. അതാണ് ഞാൻ ഇവിടെ വരുന്ന എല്ലാവരോടും പറയാം, വണ്ടി എടുക്കുക, ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുക, വണ്ടി ഓടിക്കുക, എക്സ്പ്ലോർ ചെയ്യുക. അപ്പൊ ആ സ്ഥലത്തേക്കാണ് നമുക്ക് പോകേണ്ടത്. സ്റ്റൗവ് ബർണർ മേടിക്കുന്നുണ്ട്. ഇവിടുന്നാണ് ഒരു പൊന്നെടുക്കുന്ന സ്ഥലത്തേക്കാണ് വന്നിരിക്കുന്നത്. ഇവിടെ ഞാൻ ഒന്നും ഇതുവരെ മേടിച്ചിട്ടില്ല, പക്ഷെ ഇന്ന് മേടിക്കാൻ പോവാണ്. വേറെ ഒന്നല്ല, ഞങ്ങൾക്ക് ബർണറും വേണം, പിന്നെ ഒരു വാഷറും ഡ്രയറും നോക്കാനാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈശ്വര, പിന്നെ എനിക്കുള്ള പ്രശ്നം, എന്റെ പ്രശ്നം എന്താണെന്ന് അറിയാം, വണ്ടി ഓടിക്കുന്നത് എനിക്ക് പിന്നെയും കുഴപ്പമില്ല. പാർക്കിംഗ്, ആ 2 ലൈനിൻ്റെ ഉള്ളിൽ പാർക്കിംഗ് കാർ ഇടാൻ എനിക്ക് വലിയൊരു ടാസ്ക്കാണ്. ടാസ്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര വലിയ ടാസ്ക് ആണ്. അത് നിങ്ങളിപ്പോ കാണാൻ പോവാണ്. അയ്യോ, അത് കാണിക്കണ്ട കണ്ണ, റിവേഴ്സ് ഇടാൻ കുഴപ്പമില്ലെന്ന് പറഞ്ഞിട്ട് അത് വീഡിയോ എടുക്കണ്ട കണ്ണ. എടുക്കണ്ടെന്നാണ് പറഞ്ഞത്. എനിക്കത് വലിയൊരു ടാസ്ക് പോലെ. അതുകൊണ്ടാ എനിക്ക് ഈശ്വര അമ്മ പേടി. സൗണ്ട് വണ്ടിയില് ടൊയോട്ടയില്
കാണില്ലേ നിങ്ങള് ഞാൻ ഓടിക്കണ കുറച്ച് ടൈം ഒക്കെ എടുക്കും എനിക്ക് സെറ്റായി വരാൻ. ഇനി ഞാൻ പിന്നെ ഞാൻ ചെയ്യുന്ന ഒരു സംഭവം എന്താണെന്നറിയോ, ഒരു മിനിറ്റ്, ഞാൻ എപ്പോ പാർക്കിങ്ങിൽ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ പാർക്കിങ്ങിൽ ഇട്ട് കഴിഞ്ഞാൽ വരയിലുള്ളിൽ തന്നെ ആണോ എന്ന് നോക്കാൻ ഞാൻ ആദ്യം ജസ്റ്റ് തുറന്നു കറക്റ്റ് ആണോ. എനിക്ക് വയ്യ പളേ. എന്താ ഓൾറെഡി പോകുന്നുണ്ട് ബാഗ് അതെയേ അങ്ങ് വേറെ സ്ഥലത്തേക്ക് പാക്കാണ്. ഇവിടെ ഇട്ടപ്പോ ഈ വണ്ടി അതിനെ തുറക്കാൻ പറ്റുണ്ടായിരുന്നില്ല. കുറച്ച് കയറ്റ് കുറച്ച് മതി. അയ്യോ എന്തുണ്ടായി ബാഗ് ഞാൻ പാർക്ക് ചെയ്തു പഠിച്ചു വരും പയ്യെ പഠിക്കും. അപ്പൊ എല്ലാരും അങ്ങനെയല്ലേ ഇപ്പൊ വണ്ടി ഓടിക്കുന്നില്ലെന്നും പഠിക്കുന്ന ജോലിക്കൊക്കെ കൊണ്ട് എന്നും വണ്ടിയിലാണ്. അച്ഛനെ വിളിക്കട്ടെ എവിടെയാണെന്ന് ചോദിക്കട്ടെ. നല്ല രസമുള്ള കളറ്. ഓ ഇത് ഇതാക്കാൻ പറ്റില്ല, തുറക്കാൻ പറ്റില്ല ഇവിടുത്തെ. ഞങ്ങൾ എടുത്തിരിക്കുന്ന വാഷറും ഡ്രയറും ഈ സെക്കൻഡ് വൺ ആണ്. അത് കുറച്ച് കുഴപ്പമില്ലാന്ന് തോന്നി, പിന്നെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിരുന്നു, നമുക്കെല്ലാം നോക്കണമല്ലോ. അപ്പോൾ അത് ഞങ്ങൾ സെലക്ട് ചെയ്തു. ഇനി അടുത്തത് ഞങ്ങളുടെ സ്റ്റൗ എടുക്കലാണ്. അപ്പോൾ കുറേ ഓപ്ഷൻസ് ഉണ്ടായിരുന്നു, അതിലെടുത്ത സ്റ്റൗവാണിത്. കുറേ നോക്കി, പക്ഷെ നമുക്കെല്ലാം കൊണ്ട് ഒത്തു വന്നത് ഈ സ്റ്റൗവാണ്. പിന്നെ എനിക്ക് ഇതുപോലെ ഓവൻ മുകളിൽ വയ്ക്കാൻ ഭയങ്കര ഇഷ്ടമാണ്, പക്ഷേ അതിനുള്ള സൗകര്യം നമ്മുടെ അവിടെ ഇല്ല. അപ്പോൾ അത് വേണ്ടെന്ന് വെച്ചു. എന്നിട്ട് ഞങ്ങൾ വേറെ സെപ്പറേറ്റ് ഓവൻ പോയിട്ട് നോക്കി, അതെടുത്തു. അതിനിടയിൽ അമ്മാമ്മയും മോളും കൂടി അവിടേക്കും ഇവിടേക്കൊക്കെ നടക്കുന്നുണ്ട്. വേറെ ഒന്നുമല്ല, മോൾ അമ്മാമ്മോട് പറയും അമ്മാമ്മ ഇത് തുറക്കൂ അത് തുറക്കൂ എന്ന് പറഞ്ഞിട്ട് അമ്മാമ്മോട് തുറപ്പിക്കുന്നുണ്ട്. പിന്നെ രണ്ടുപേരും, അപ്പം ഞാൻ പറയുന്നുണ്ട് അവരെന്തെങ്കിലും ആയിക്കോട്ടെ നമുക്ക് സൈഡ് കൂടെ പോവാം, എന്താ വെച്ചാൽ ഞങ്ങൾക്ക് ബില്ലിങ്ങിൻ്റെ കേസ് ഒന്ന് നോക്കണമായിരുന്നു, എന്തെങ്കിലും ഡിസ്കൗണ്ട് ഉണ്ടോ ഓഫർ ഉണ്ടോ അതൊക്കെ അന്വേഷിക്കണം. അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു, അതൊക്കെയാണ്. ചിക്കുമണിക്ക് ഇതൊക്കെ തുറന്ന് നോക്കി അതിൻ്റെ ഇൻവെസ്റ്റിഗേഷനൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാട്ടോ. എന്തോ ഒരു സന്തോഷം കിട്ടുമെന്ന് പറയും അവൾക്ക് അതൊക്കെ ചെയ്യാൻ. അപ്പോൾ എനിക്കത് കാണുമ്പോൾ ഭയങ്കര സന്തോഷം. ഇവിടെ വെച്ചാൽ മതി പാത്രം ഓട്ടോമാറ്റിക്കലി ഓക്കെ. ബില്ലടിക്കാൻ പോവാ. ഞങ്ങൾ തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. അമ്മേ പെട്ടെന്ന് സിഗ്നൽ അതല്ല ഇവിടെ എങ്ങോട്ട് പോവാ. കുറച്ച് തുണികള് ഇരിക്കില്ല, അപ്പൊ അത് നമ്മൾ സ്റ്റോറിലേക്ക് കൊടുക്കാൻ പോകും. ഇങ്ങനെ തുണി അവർ കളക്ട് ചെയ്യും.
അത് നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കും. നമ്മളങ്ങനെ എനിക്ക് ചെറുതായി, ചിക്കന് കുറച്ച് ചെറുതായി, അങ്ങനെ പിന്നെ ഒരു വട്ടം ഇട്ടിട്ടുള്ളൂ, എന്നിട്ട് ചെറുതായി. അത് അങ്ങനത്തെ കുറച്ച് ഡ്രസ്സുകളും അതൊക്കെയാണ്. അപ്പം അത് കൊടുക്കാൻ വാല്യൂ വില്ലേജ്. പിന്നെ അത് കഴിഞ്ഞിട്ട് മലയാളി കടയിലേക്ക് പോകണോന്ന് അറിയില്ല, പോകണമെന്ന് പറയാം, നോക്കട്ടെ. ചിലപ്പോ പോവും, ചിലപ്പോ പോവില്ല. ഇത് ഞങ്ങൾ വാങ്ങിച്ച സാധനമാണ്. ഇത് കൊടുക്കാനുള്ള സാധനം, ഇത് കൊടുക്കാനുള്ള സാധനം, വാങ്ങിച്ചത് കൊടുക്കാനുള്ളത്. ഞാൻ പിടിക്കാം. ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനെ കൊടുക്കാൻ പോണേ. വാല്യൂ വില്ലേജിൽ ആദ്യമായിട്ടല്ലേ ഡൊണേഷൻ പോലെ കൊടുക്കണേ. യെസ്, ആദ്യമായിട്ട് കൊടുക്കുന്നത് ഇങ്ങനെ. ക്ലോത്ത്സ്. എങ്ങനെയാണ് കൊടുത്തു. അവിടെ ഇട്ടാൽ മതിയായിരുന്നു, ജസ്റ്റ് ഇട്ടാൽ മതി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ടേക്ക് കെയർ, ബൈ.